ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മളെ വൈറലായിട്ടുള്ള ബ്രെഡ് ബനാന ടോസ്റ്റ് നമ്മളും ഉണ്ടാക്കി. ഒരു രക്ഷയില്ല, വെറുതെ അല്ല വൈറലായത്. അടിപൊളി ടേസ്റ്റാണ്. സ്വീറ്റായിട്ട് കഴിക്കുക, സ്നാക്കായിട്ട് കഴിക്കുക, ഡെസേർട്ടായിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കണ്ടോ എന്താ അടിപൊളി എന്നറിയോ? ഇത് കാണുമ്പം തന്നെ വായിലിങ്ങനെ വെള്ളൂറും അല്ലേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു 1/2 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടൻസ് മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡില്ലേ പഞ്ചസാര ചേർത്താലും മതി. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ഈ പാലുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കട്ടെ. മധുരത്തിനനുസരിച്ച് ചേർത്തി കൊടുത്താൽ മതിയേ. ഞാനൊരിതാ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് 1/2 കപ്പ് പാല് നന്നായിട്ട് മിക്സ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ എടുത്തത് മിൽക്ക് ബ്രെഡാണ്. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. അതേപോലെ നോർമൽ വൈറ്റ് ബ്രെഡ് എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇത്തിരി കൂടി മധുരം ഇട്ടുള്ളൂ. ഇതിന് നല്ല മധുരവും ഓൾറെഡി ഒരു സോഫ്റ്റ് മിൽക്ക് ബ്രെഡും ആണ് കേട്ടോ. ഇപ്പം വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് എന്നുള്ളത് ഒരു 3/4 കപ്പ് വരെ എടുക്കുക. ഞാൻ 4 സ്ലൈസ് ബ്രെഡ് എടുത്ത് 1 കപ്പ് വരെയെങ്കിലും എടുക്കാം. ഇതിന് അത്രത്തോളം തന്നെ വേണ്ട. ഒന്നാമതേ ഇപ്പോഴേ നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഇപ്പം ഞാൻ 1/2 കപ്പ് 4 ബ്രെഡിന് 1/2 കപ്പ് പാലും 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഫിലിപ്പീനി പഴം, റോബസ്റ്റ പഴമാണ് ഒന്നെടുത്തത്. അതിപ്പോൾ നിങ്ങൾ ചെറുപഴം, ഞാലിപ്പൂവനോ പൂവനോ മൈസൂർ പഴം ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ സർക്കിളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡിലേക്ക് നമുക്ക് നമ്മളെ പഴമില്ലേ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം വെച്ച് കൊടുക്കാം. ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പഴം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനോടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേ. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ബ്രെഡ് പൊട്ടിപ്പോവാതെ. പിന്നെ അതേപോലെ നിങ്ങൾക്കിത് ആദ്യം തന്നെ പഴം സ്മാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യേ. ഞാൻ ഈ പഴത്തിനൊരു പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതില്ലാതിരിക്കാൻ കുറച്ചൊരിതാ നമ്മളെ മിൽക്ക് മെയ്ഡിൻ്റെ മേലാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഒന്നുകൂടെ 2 എണ്ണമാണ് ചെയ്യുന്നത്. 4 ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ മറ്റതും ചെയ്തെടുക്കട്ടെ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നന്നായി പ്രസ്സായിട്ട് അവിടെ നിൽക്കുക. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു ചെറിയ സ്ലൈസ് 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ മെൽറ്റായി വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ കൂട്ടില്ലേ, ബ്രെഡും പഴം അതൊന്ന് ഇട്ട് കൊടുക്കണ്ടേ. ഒന്ന് 2 ഭാഗം ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് 2 ബ്രെഡ് ഈ ബട്ടറിൽ ഒരു ഭാഗം ആയാലും മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണേ. ഒരു ഭാഗം നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ, ഒരു ഭാഗം ഇങ്ങനെയായപ്പോൾ ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഭാഗം ഇതുപോലെ ആട്ടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ഈ പഴവും ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കേ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇതും ആയിണ്ടേ. അപ്പോൾ അത് നമുക്ക് കണ്ടാ ഇത് നമുക്ക് എടുത്ത് മാറ്റേ. എന്നിട്ട് വേറൊരു പണിയുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ മറ്റേതും കൂടെ ഇങ്ങനെ ഒന്നാക്കിക്കട്ടെ. ഇതാ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണാട്ടെ ഈ ബട്ടറും ബ്രെഡും എല്ലാം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ. പിന്നെ ഞാൻ ഈ മിൽക്ക് ബ്രെഡ് എടുക്കാൻ കാരണം മിൽക്ക് ബ്രെഡിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. എല്ലാവർക്കും കിട്ടുമോ അല്ലേ അറിയില്ല. വൈറ്റ് ബ്രെഡ് ആയാലും മതി. ഇനിയിപ്പോൾ നിങ്ങൾ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് നമ്മളൊരു സ്വീറ്റുമായിട്ട് കഴിക്കുമ്പം ഇപ്പോഴും മിൽക്ക് ബ്രെഡിനാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഞാൻ പുഡിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക ഈ മിൽക്ക് ബ്രെഡാണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റുമാണ് ബ്രെഡിന് തന്നെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർക്കുന്ന സാധനം കൂടി ആഡ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇതാ നമ്മൾ 2 ബ്രെഡും ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തുണ്ട്. കണ്ടോ, 2 ബ്രെഡും. ഇനി ഞാൻ സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് പാലും മിൽക്ക് മെയ്ഡും അല്ലേ, അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്നൊന്ന് സോക്കായി വരുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, പൊട്ടിപ്പോയരുത്. ബ്രെഡിൽ സോക്കായി വന്നു കഴിഞ്ഞാൽ അല്ല പാല് സോക്കായി വന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് പൊട്ടിപ്പോവല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ
മെല്ലെ സൂക്ഷിച്ചിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് ഈ പാല് ഫുള്ളും ഇത് ബ്രെഡ് അങ്ങ് പെട്ടെന്ന് വലിച്ചെടുക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് ഓൾറെഡി ഭയങ്കര സോഫ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ബ്രെഡ് ആണെങ്കിൽ ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണേ ആദ്യം ഒഴിച്ചിട്ടുള്ളൂ. മനസ്സിലാവും ഉണ്ടാക്കുന്ന സമയത്ത്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഭക്ഷണം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഡെസേർട്ടായിട്ടും സ്വീറ്റായിട്ടും വെറുതെ ഈ സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അറിയാമല്ലോ എല്ലാവർക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ തുറക്കുമ്പോഴേക്ക് ഉണ്ടാകുന്ന വൈറൽ റെസിപ്പി അല്ലേ ഇത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉണ്ടോ. അപ്പോൾ ഇത് പാല് ഫുള്ള് കുടിച്ചെടുത്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ ആവുമല്ലോ. ബാക്കി നമുക്ക് അടുത്തതിൽ ഒഴിക്കാം. നമ്മളെ വൈറൽ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡിയാണേ. ബനാന ടോസ്റ്റ് ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ ചെയ്തെടുക്കട്ടെ. അപ്പോഴത്തെ കണ്ടോ നമ്മളെ വൈറൽ ബ്രെഡ് ബനാന ടോസ്റ്റ് ഇവിടെ റെഡി ആയിണ്ടേ. വേണമെങ്കിൽ എൻ്റെ മുകളിൽ ഭംഗിക്ക് ഇതാ കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ വേണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓൾറെഡി നല്ല മധുരമുള്ള സംഭവമാണ്. നമുക്ക് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം, അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.